December 31st ആണ്. കൊച്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നിന്നുള്ള ലാസ്റ്റ് ഫെറിയാണെന്നാണ് പറഞ്ഞത്. 7:40 ഫെറി എടുക്കുന്നത്. ബൈക്കും കാറും അലൗഡ് അല്ല, നമ്മളെ മാത്രമേ അവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ 7 മണി ആയപ്പോഴത്തേനും ഫെറിയിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫില്ലായി കഴിഞ്ഞപ്പോഴാണ് ഫെറി എടുത്തത്. 7:40 ആയിട്ടുണ്ടായിരുന്നു എടുത്ത ടൈം കേട്ടോ. ഫില്ലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 3/4 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മണിക്കാണല്ലോ കയറിയത്, അപ്പോൾ 40 മിനിറ്റ് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്ട്രാ മ്യൂസിക് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോഴായിരിക്കുമല്ലോ കൂടുതലായിട്ട് അവിടുത്തെ വൈബ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന വെളി ഗ്രൗണ്ടിലേക്കാണ്. ബൈക്ക് അപ്പുറത്ത് വെച്ചിട്ട് ചെങ്കാറിനാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വെളി വരെ എന്തായാലും നടക്കണം കേട്ടോ. നടക്കാനായിട്ട് അത്യാവശ്യമുണ്ട്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. രണ്ടര വരെ ജങ്കാർ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ 7:40 നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച ഫെറി ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ 11:30 മണിയാകണം. അത് ഞങ്ങൾ അറിഞ്ഞത് വൈകിയായിരുന്നു. പരേഡ് ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ പരിപാടി ഇനിയുള്ളത് 1-ാം തീയതിയാണ്. 1-ാം തീയതി നൈറ്റ് 7 മണി മുതലാണ് DJ പ്രോഗ്രാം ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ഫുള്ളായിട്ട് നിൽക്കുമായിരുന്നു. ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേര് കുറഞ്ഞു കിട്ടിയത്. 12 മണി കഴിഞ്ഞ് ഇവിടുത്തെ പപ്പാനെയും കത്തിച്ച് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പോരാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ എല്ലാം തകിടം മറിഞ്ഞു. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. നടക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് ഇക്കാക്ക് ഇടയ്ക്കെന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബാക്കിലില്ലേന്ന് കേട്ടോ. ഞാൻ ഹുഡി ഇടാൻ എന്താണെന്നറിയാമോ? നന്നായി. വെളി ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തി. നല്ല തിരക്കുണ്ട് അകത്തേക്ക് കയറാനായിട്ട്. മൊത്തത്തിലൊരു മഞ്ഞിൻ്റെ മൂടലില്ലേ, എന്നാൽ അത് മഞ്ഞിൻ്റെ മൂടലല്ല കേട്ടോ. ഫുള്ള് പൊടിയായിരുന്നു. നമ്മുടെ ട്രീ, ആ ബ്ലൂ ആയിട്ട് നിൽക്കുന്ന ഫുള്ള് ട്രീ കണ്ടോ, അത് കാണുന്നില്ല. കാരണം അത്രയും പോലും പൊടിയാണ്. ഫുള്ള് പൊടിയായിരുന്നു. ഒരു രക്ഷയില്ല. കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അതെങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം അത്ര പൊടിയായിരുന്നു. അവിടെ
കേരളത്തിന്റെ സ്വന്തം മിനിമം ശുദ്ധമായ കശുവണ്ടി ഉപയോഗിച്ച് അത്യാധുനിക ഹൈജീനിക് സംവിധാനത്തിൽ കവറേജ് എടുത്തോ ലൈവിലല്ലേ നോർമലല്ലേ നമ്മൾ ട്രീ കാണാനായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വൈബും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പൊളിയായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ താഴെ നിന്നിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് നശിപ്പിക്കാനായിട്ട് കുറച്ച് നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെ ഉണ്ടല്ലോ. അതാണ് ഇവിടെയും മെയിനായിട്ടുള്ളൊരു പ്രശ്നം കേട്ടോ. ഈ കാണുന്ന പാട്ടൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഓഫ് ചെയ്യേണ്ട വന്നു. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല, കിടിലം വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ട്രീ കാണാനായിട്ട്. വന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. പിന്നെ പൊടിയുടെ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. ഈ കോട പോലെ കാണുന്നത് മൊത്തം പൊടിയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പ്ലാനൊക്കെ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ഇതേ അത് ഇവിടെ നിന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വന്നിരിക്കുന്ന നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാവും കുറേ പേര് പരിപാടി എന്തും കുളമാക്കാനായിട്ട്. കുറേ ചെറുപ്പക്കാർ പയ്യന്മാർ കുടിച്ചാകെ അലമ്പായിട്ട് നിൽക്കുമായിരുന്നു. വഴക്ക് കൂടാൻ മാത്രം വന്ന് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. കുറേ പേര് ഓടുന്നത് കണ്ടോ, അതൊക്കെ പോലീസ് ലാത്തി വെച്ച് ഓടിക്കുവാണ്. ഫാമിലി ആയിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്നിട്ട് പോലും വെറുതെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ഓരോ പിള്ളേർ കേട്ടോ. എന്നിട്ട് പോലീസ് ഇടപെട്ട് അവരെ പിടിച്ചു മാറ്റുമായിരുന്നു. നമ്മുടെ ഈ കൊച്ചിയിലത്തെ പരിപാടി കാണാൻ വേണ്ടി മാത്രമായിട്ട് പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കും കൂടി ഇതൊരു നെഗറ്റീവ് ആവുകയാണ്. കാരണം ഇതിന് അലമ്പാക്കാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർ ഇതിന് വേണ്ടി തയ്യാറായിട്ട് നടക്കുക. ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഓരോ ഇടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് പോകുന്നത് തന്നെ. ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിട്ട് പോലീസുകാർ വന്ന് ഇടപെട്ടു. പിന്നീട് പാട്ടും കുറച്ച് നേരം നിർത്തിയായിരുന്നു കേട്ടോ. ഇടി ഉണ്ടാകുമ്പോൾ പാട്ട് നിർത്തും, പിന്നെയും പാട്ട് വെക്കും, പിന്നെയും പാട്ട് നിർത്തും. അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടതാ അതാ ഈ ചേട്ടനെ ഇടിച്ച് വെറുതെ ഇടങ്ങേറാക്കി കളയൂട്ടോ ആ പിള്ളേരെല്ലാവരും കൂടെ. മൊത്തത്തിൽ എനിക്കൊക്കെ ഫുള്ള് ബാഡ് അടിച്ചു അവിടെ നിന്നിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോകുവാണ്. അതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പോരാൻ കാരണം. നമ്മപ്പോൾ തിരിച്ച് നടക്കുവാണ്. ഇനി ഫെറി വരെ എത്തണമെങ്കിൽ അരമണിക്കൂർ എന്തായാലും വേണം. പിന്നെ പോകുന്ന വഴിയിൽ എൻജോയ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടാമല്ലോ. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട് കേട്ടോ.
ഇറങ്ങുള്ളൂ. ഷാറായല്ലേ ഇപ്പൊ പരിപാടി. ഫാമിലിയാണേ. നടക്കുന്ന വഴിയിൽ ഓരോ വീടും അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ സ്പീക്കർ സെറ്റ് ചെയ്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാനായിട്ട്. ഈ പിള്ളേരാണ് മൈക്കിൾ ജാക്സന്റെ ടീമാണ് അവർ. പണ്ട് ദിവസം ഇവിടുന്ന് ബജ്ജി കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബജ്ജി കഴിച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കാൻ ആരുമില്ല. ആൾക്കാർക്ക് വിളിക്കാനായിട്ട് ലോട്ടറിക്കടയിൽ വരെ ലോട്ടറി DJ. പോയിട്ട് അങ്ങനെ മാറി, നീയോ ഇങ്ങനെ മാറി, അതല്ലേ? റെഡി ദോശ ഓംലെറ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കയറി. ഇവർ മലപ്പുറത്തുനിന്ന് വന്നതാണ് കേട്ടോ, കൊച്ചിയിലേക്ക് കാർണിവൽ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ബിരിയാണിയും ഇക്കാക്കാക്ക് പൊറോട്ടയും ബീഫും ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടെ ഹിറ്റായതപ്പാ, ഇവിടെ ഹിറ്റായി.
11:30 ഒരു ഫെറി ഉണ്ട്. അത് ആൾക്കാർ ഫില്ലാകുവാണെങ്കിൽ 11:45 എടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 12 മണി കഴിയുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഓടി വേഗം വന്ന് ഇക്കാക്ക ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറി കേട്ടോ. 11:35 ആയപ്പോഴത്തേനൊക്കെ എടുത്തായിരുന്നു. റിട്ടേൺ പോകുമ്പോൾ കാറും ബൈക്കൊക്കെ അലോഡായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തി. ബൈക്കൊക്കെ സേഫായിരുന്നു. ഹെൽമെറ്റൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ പോകുന്നത് പുതുവൈപ്പ് ബീച്ചിലേക്കാണ് കേട്ടോ. കൊച്ചി വെളി ഗ്രൗണ്ടിൽ വൈബ് അടിപൊളിയായിരുന്നെങ്കിലും പിള്ളേർ കുറച്ച് അലമ്പായിരുന്നുകൊണ്ടാണ് ഇക്കാക്കാക്ക് ബാഡ് അടിച്ചത്. പിന്നെ ഇങ്ങോട്ട് പോരാൻ കാരണം കേട്ടോ. പക്ഷെ നമ്മൾ ഫെറി വരെ നടന്നെത്തിയപ്പോഴത്തേനും കിടിലനായിരുന്നു. അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു. വന്നിരിക്കുന്ന മിക്ക കൂട്ടരും കൊച്ചിയിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ. കാരണം കൊച്ചിയിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ പുതുവൈപ്പിലും ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അവർക്കും സെയിം തന്നെയായിരുന്നു. കുറച്ച് ബാഡ് വൈബാണ് തോന്നിയെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ടൈമിൽ എല്ലാവരും കൂടെ പുതുവൈപ്പിലേക്ക് പോകുന്നതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. ഒട്ടും എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല വണ്ടി സൈഡാക്കി വെച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ടൈം ഇപ്പോൾ ഒരു 11:45 12 മണിക്കുള്ളിലായിട്ട് പുതുവൈപ്പിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടുമായിരുന്നു കേട്ടോ. അവിടെ ലൈറ്റ് ഹൗസിൻ്റെ വെട്ടം കാണുന്ന കണ്ടോ? അവിടം വരെ നമുക്ക് നടന്നെത്തണം കേട്ടോ. എല്ലാവരും റോട്ടിൽ കൂടെ ഓടുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. 12 മണിയായോ? ഹാപ്പി ന്യൂ ഇയർ. റോട്ടിൽ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പരസ്പരം പറഞ്ഞ് എൻജോയ് ചെയ്ത് എന്തായാലും രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു. ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ പുതുവൈപ്പ് റോട്ടിലായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ 12:04 ആയിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയത്. എന്നാലും കുഴപ്പമില്ല, വൈബ് അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്ക് കൊച്ചിയിലും എൻജോയ് ചെയ്യാൻ പറ്റി, ഇവിടെയും വരാൻ പറ്റി. എന്തായാലും വേറൊരു വൈബായിരുന്നു ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ കേട്ടോ. പുതുവൈപ്പിൽ ഞാൻ ഇത്രയും തിങ്ങി ജനങ്ങളെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇക്കാക്കയും പറഞ്ഞത് അങ്ങനെ തന്നെ. ഇത്ര പേരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞാൽ. അത്ര തിരക്കായിരുന്നു കേട്ടോ. കേരളത്തിലെ എല്ലാ ജനങ്ങളും 12 മണി കഴിഞ്ഞപ്പോൾ കുറേ പേര് പോയി തുടങ്ങുന്നുണ്ട്. അതനുസരിച്ച് കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നടന്നിരുന്ന വെച്ചാൽ DJ പ്രോഗ്രാംസ് എല്ലാം വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മൾ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളിയായിരുന്നു. വേറെ വൈബായിരുന്നു. കാരണം നമുക്ക് എല്ലായിടത്തും പോയി എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത് റോട്ടിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി, എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ടാറ്റാ.